നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ദിലീപ് വീണ്ടും ശ്രമം തുടങ്ങി. കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതേ ആവശ്യമുന്നയിച്ച് മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് അനുവദിച്ചില്ല. ഇതേ തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഹർജി പരിഗണിക്കും വരെ വിചാരണ നിർത്തിവയ്ക്കണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ വിചാരണ തടസ്സപ്പെടുത്താൻ ദിലീപ് ശ്രമിക്കുന്നതായി സർക്കാർ മുൻപ് കോടതിയെ അറിയിച്ചിരുന്നു. വിചാരണയ്ക്ക് പ്രത്യേക കോടതി ആവാമെന്നും വനിതാ ജഡ്ജിയെ നിയമിക്കുന്നതാണ് ഉചിതമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് പ്രത്യേക CBI കോടതിയിൽ വിചാരണ നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർന്നാണ് ദിലീപ് ഇന്ന് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന നിലപാടിലാണ് ദിലീപ്. കേസിന്റെ വിചാരണ എറണാകുളം ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റരുതെന്ന് മുഖ്യപ്രതി സുനിൽകുമാർ മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. കേസ് പരിഗണിക്കാൻ പ്രത്യേക കോടതിയും വനിതാ ജഡ്ജിയും വേണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജി പരിഗണിക്കുന്നതിന് മുൻപാണ് ഇക്കാര്യം ഉന്നയിച്ചിരുന്നത്. ഇതെല്ലാം വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണെന്ന് അന്നേ ആക്ഷേപമുണ്ടായിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവായ വീഡിയോ വേണമെന്നാവശ്യപ്പെട്ട് സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ദിലീപ് കയറിയിറങ്ങി. വീഡിയോ തൊണ്ടി മുതലല്ലെന്നും നടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ തരാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം കേസ് വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ നടിയെ ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. കേസിൽ മുഖ്യപ്രതി സുനിൽകുമാറിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം ദിലീപിന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. പിന്നീടാണ് കേസിലെ ചുരുളുകൾ അഴിഞ്ഞത്. 2017 ജൂലൈയിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രിമിനൽ ഗൂഢാലോചനയ്ക്കായിരുന്നു അറസ്റ്റ് ചെയ്തത്. 86 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ദിലീപ് ജാമ്യത്തിലിറങ്ങിയത്. അതിനുശേഷം പല താരങ്ങളെയും സ്വാധീനിച്ച് മൊഴി മാറ്റാൻ നോക്കിയിരുന്നു. കുഞ്ചാക്കോ ബോബൻ, സംയുക്ത വർമ്മ തുടങ്ങി 40ഓളം താരങ്ങളാണ് ദിലീപിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം ആദ്യ ഭാര്യ മഞ്ജു വാര്യരോട് ആക്രമണത്തിനിരയായ നടി പറഞ്ഞതിനെ തുടർന്നാണ് ഇത്രയും ക്രൂരമായ കൃത്യം നിർവഹിക്കാൻ ദിലീപ് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതെന്നാണ് ആക്ഷേപം. ഏതായാലും കൊച്ചി കേസിൽ വിചാരണ തുടങ്ങാൻ ഇരിക്കെയാണ് ഇപ്പോഴത്തെ ദിലീപിന്റെ പുതിയ നീക്കമെന്നുള്ളത് ശ്രദ്ധേയമാണ്. കേസ് അന്വേഷിക്കാൻ CBI വരുമോ ഇല്ലയോ? ഇത് ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കേരളം.